കർത്താവിന്റെ അതിപരിശുദ്ധമായ നാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ. ഈ അനുഗ്രഹീത സന്ധ്യാസമയത്ത് കർത്താവിന്റെ ഞങ്ങൾ ഒത്തിരി ആദരിക്കുകയും ബഹുമാനിക്കുകയും ചെയ്യുന്ന ഞങ്ങളുടെ വാത്സല്യ റോസിൽ ആന്റിയുടെ ഈ പേജിലൂടെ ഈ രാത്രിയിൽ ഒരു അല്പസമയം ദൈവവചനം ശുശ്രൂഷിക്കുവാൻ കർത്താവ് ഒരുക്കി തന്ന നല്ല ഭാഗ്യത്തോർത്ത് ദൈവത്തെ സ്തുതിക്കുന്നു. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഇന്ന് രാത്രികാലമായിരിക്കാം. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. കർത്താവിന് വേണ്ടി ഈ കാലഘട്ടങ്ങളിൽ ശക്തമായിട്ട് നിലകൊള്ളുന്ന കർത്താവിന്റെ ദാസിയാണ് റോസിൽ ആന്റി. ഞങ്ങൾ ഒത്തിരി ആദരിക്കുന്ന ഒരു ദൈവദാസിയാണ്. കർത്താവിന് വേണ്ടി ഒരുപാട് കാര്യങ്ങളെ ചെയ്തുകൊണ്ടിരിക്കുന്നു. കർത്താവ് തന്റെ മകളെ, കുടുംബത്തെ ഒത്തിരി ഒത്തിരി അനുഗ്രഹിക്കട്ടെ. ആമേൻ ആമേൻ സ്തോത്രം. നമുക്ക് ഒരല്പസമയത്തെ ചിന്തയ്ക്ക് വേണ്ടിയിട്ട് എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 24 വേദഭാഗത്തെ ആസ്പദമാക്കിയാണ് നാം ഇന്ന് രാത്രിയിൽ ഒരല്പസമയം തിരുവചനം ചിന്തിക്കാൻ പോകുന്നത്. വളരെ പ്രാർത്ഥനയോടെ നമുക്ക് ഈ വേദഭാഗത്തിലായിരിക്കാം. കർത്താവ് നമ്മളെല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. സ്തോത്രം. എബ്രായർക്ക് എഴുതിയ ലേഖനം 11 അധ്യായത്തിന്റെ 24 വേദഭാഗം. അതിങ്ങനെ പറഞ്ഞിരിക്കുന്നത്: വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാളും ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. ഒരു അനുഗ്രഹിക്കപ്പെട്ട വേദഭാഗമാണിത്. കർത്താവിന്റെ സ്തോത്രം. എനിക്ക് തന്നിരിക്കുന്ന സമയത്തിനുള്ളിൽ തന്നെ ഞാനിത് അവസാനിപ്പിക്കും. വളരെ പ്രാർത്ഥനയോടെ നമുക്കായിരിക്കാം. ഹല്ലേലൂയ സ്തോത്രം. ഇവിടുത്തെ വിഷയമെന്ന് പറയുന്നത് മോശയുടെ വിഷയമാണ്. മോശയെ കുറിച്ചുള്ള ഒരു വിഷയമാണ്. 11 അധ്യായം മുഴുവനും ജീവപുസ്തകത്തിൽ പേരെഴുതപ്പെട്ട ശുശ്രൂഷകന്മാരുടെ പേരാണ്. അവരെല്ലാവരും യേശുക്രിസ്തു മരിച്ചിട്ട് ഉയർത്തെഴുന്നേറ്റപ്പോൾ ആ കൂട്ടത്തിൽ കർത്താവിനോടുകൂടെ ഇന്ന് കർത്താവിന്റെ സന്നിധിയിലിരിക്കുകയാണ്. അവർ സ്വസ്ഥതയിൽ പ്രവേശിച്ചിരിക്കുകയാണ്. ഇനി നമ്മളെല്ലാവരും മോളിൽ ചെല്ലുമ്പം നമ്മളെ എതിരേൽക്കാൻ അവർ വരും. നമുക്ക് ഒരുമിച്ച് കാണാനൊക്കും. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ ഭൂമിയിലായിരുന്ന സമയത്ത് മോശയുടെ ചില ചരിത്രമാണ് നാം ഇന്നൊരല്പസമയം ചിന്തിക്കുന്നത്. വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ എന്നാണ് അവിടെ തുടങ്ങുന്നത്. മോശ വളർന്നു. ഹല്ലേലൂയ സ്തോത്രം. മോശ വളർന്നു എന്ന് പറയുമ്പോൾ നമുക്ക് എല്ലാവർക്കും കൂടി മോശ ജനിച്ച സ്ഥലത്തേക്ക് നമുക്കൊന്ന് പോകാം. മോശ ജനിച്ച സ്ഥലത്ത് ഒന്ന് ചെന്ന് നോക്കുമ്പോഴാണല്ലോ ഈ വളർന്നതിന്റെ മഹത്വം നമുക്ക് പിടികിട്ടുന്നത്. ഇന്ന് രാത്രിയിൽ നമുക്ക് ഒരുമിച്ച് അതൊന്ന് കണ്ട് നമുക്കൊന്ന് സന്തോഷിക്കാൻ ദൈവമായ കർത്താവ് സഹായിക്കട്ടെ. പുറപ്പാട് പുസ്തകം 2 അധ്യായത്തിന്റെ 1 മുതലുള്ള വേദഭാഗത്താണ് മോശയെ കുറിച്ച് പറയുന്നത്. ഞാൻ ജസ്റ്റ് വായിക്കാം. ദൈവകുഞ്ഞുങ്ങൾ എല്ലാവരും ശ്രദ്ധയോടെ പ്രാർത്ഥനയോടെ ആ ഭാഗം കേൾക്കണം. അതിന്റെ 2 അധ്യായത്തിന്റെ 1 മുതൽ. എന്നാൽ ലേവി കുടുംബത്തിലെ ഒരു പുരുഷൻ പോയി ഒരു ലേവ്യ കന്യകയെ പരിഗ്രഹിച്ചു. അവൾ ഗർഭം ധരിച്ച് ഒരു മകനെ പ്രസവിച്ചു. അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടിട്ട് അവനെ 3 മാസം ഒളിച്ചു വെച്ചു. അവനെ പിന്നെ ഒളിച്ചു വെപ്പാൻ കഴിയാതെ ആയപ്പോൾ അവൾ ഒരു ഞാങ്ങണ പെട്ടകം വാങ്ങി അതിന് പശയും കീലും തേച്ചു പൈതലിനെ അതിൽ കിടത്തി നദിയുടെ അരികിൽ ഞാങ്ങണയുടെ ഇടയിൽ വെച്ചു. കർത്താവിന് സ്തോത്രം. ഇന്ന് ഇതിനകത്ത് കടന്നു വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവർക്കായി സ്തോത്രം. നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് ആ ഭാഗത്തേക്ക് ഒന്ന് ചിന്തിക്കാം. നമുക്കൊരല്പം മനസ്സിന്റെ കടുപ്പൊക്കെ ഒന്ന് മാറ്റി നമുക്കൊന്ന് ശാന്തമായിട്ട് നോക്കാം. ഇപ്പൊ നമ്മൾ വായിച്ച പുള്ളിക്കാരന് കൃത്യം 3 മാസം പ്രായമാണ്. 3 മാസം പ്രായമുള്ള ഒരാളെ കുറിച്ചാണ് നമ്മൾ കേൾക്കാനിടയായത്. അവനെ കുറിച്ച് അവന്റെ അമ്മയപ്പന്മാർ കണ്ടത് അവൻ ദിവ്യ സുന്ദരനായിരുന്നു എന്നാണ് അപ്പോസ്തല പ്രവൃത്തി പറയുന്നത്. ഇവിടെ ഇപ്പൊ പറയുന്നത് അവൻ സുന്ദരനെന്ന്, സൗന്ദര്യമുള്ളവനെന്ന് കണ്ടു. ഹല്ലേലൂയ സ്തോത്രം. മാതാപിതാക്കൾക്ക് ഇവനെ കിട്ടിയ ആ സമയങ്ങളിൽ, അതിന്റെ മുൻപും പിൻപും ഉള്ള സമയങ്ങളില് ഒട്ടനവധി ആൺകുഞ്ഞുങ്ങൾ നൈൽ നദിയിലെ ദുഷ്ടജന്തുക്കൾക്കും മത്സ്യങ്ങൾക്കും ഇരയായി തീർന്നു. അങ്ങനെയുള്ള അവസരത്തിലാണ് ദിവ്യ സുന്ദരനായിരിക്കുന്ന ഈ കുഞ്ഞ് ജനിക്കുന്നത്. ഈ മോശ താൻ വിശ്വാസത്തിൽ വളർന്നു എന്നൊക്കെ പറയുമ്പോൾ ഈ ഭാഗമൊക്കെ നമ്മൾ ജസ്റ്റ് ഒന്ന് ചിന്തിച്ചു പോകുന്നത് നല്ലതാണ്. കർത്താവിന്റെ സ്തോത്രം. അപ്പൊ എല്ലാവരും മനസ്സൊക്കെ ഒന്ന് ശാന്തമാക്കിയിട്ട് നമുക്ക് ആ കുഞ്ഞിന്റെ അടുക്കലേക്ക് ഒന്ന് ചെല്ലാം. അവൻ ആ സമയത്ത് 3 മാസം പ്രായമുണ്ട്. ഇവൻ ജനിച്ചത് അതിഭീകരമായിരിക്കുന്ന ഒരു കാലഘട്ടത്താണ് ജനിച്ചത്. ഇവൻ ജനിച്ച് അങ്ങനെ കിട്ടിക്കഴിഞ്ഞപ്പോൾ അവന്റെ മാതാപിതാക്കൾ നോക്കിയപ്പോൾ അവനിൽ ഒരു ദൈവീക സൗന്ദര്യം അവനിൽ കണ്ടു. അപ്പൊ നമുക്ക് കഥ മാത്രം പറഞ്ഞാൽ പോരാലോ. ചുമ്മാ ഒരു കഥ പറഞ്ഞു പോകാനല്ലല്ലോ നമ്മൾ എടുക്കുന്നത്. ഇതിനകത്തൊക്കെ ഒരു ദൈവീക ദൂതുണ്ട്, നമ്മളോടുള്ള ബുദ്ധിപദേശം ഉണ്ടല്ലോ. കർത്താവിന്റെ സ്തോത്രം. അതുകൊണ്ടാണ് നമ്മൾ ഇത് ചിന്തിച്ചിരിക്കുന്നത്. അമ്മയപ്പന്മാർ അവൻ സൗന്ദര്യമുള്ളവനെന്ന് കണ്ടു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ.
അപ്പൊ എന്റെ ശബ്ദം കേൾക്കുന്ന മാതാപിതാക്കളുണ്ട്, സഹോദരി സഹോദരന്മാരുണ്ട്, കൊച്ചു പിള്ളേരുണ്ടെന്ന് എനിക്ക് തോന്നുന്നു, പിള്ളേരൊക്കെ ഉണ്ട്. നമ്മള് നമ്മുടെ മക്കളെ കുറിച്ച് ഒരു കാഴ്ചപ്പാട് വേണമെന്ന് ഇവിടെ നമ്മളെ കാണിക്കുകയാണ്. ഇവിടെ ഇപ്പൊ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞപ്പോൾ അവന്റെ മാതാപിതാക്കൾക്ക് മനസ്സിലായി ഇവൻ ഒരു സാധാരണ കുഞ്ഞല്ല, ഇവനിൽ ഒരു ദൈവത്വമുണ്ട്, ഒരു സൗന്ദര്യമുണ്ട്. കർത്താവിന്റെ സഹോദരം, അത് കണ്ടപ്പോൾ അവരെന്ത് ചെയ്തു എന്നറിയാമോ? അവനെ പെട്ടെന്ന് ഒരു ഡിസ്കോയൊക്കെ പഠിപ്പിച്ച്, അവൻ ഇവിടുത്തെ ഒരു കാബറ ഡാൻസ് ഒക്കെ പഠിപ്പിച്ച് ജനത്തിന്റെ ഇടയിലേക്ക് ഇറക്കി ആളുകളുടെ കയ്യിൽ നിന്ന് കൈയടിയും വ്യൂസ് ഒക്കെ മേടിക്കാൻ വേണ്ടി അല്ല നോക്കിയത് കേട്ടോ. അപ്പൊ മാതാപിതാക്കളാകുന്ന നമുക്ക് അതൊരു ബുദ്ധിമുട്ടമാണ്. ഇവനെ മാതാപിതാക്കൾ ഒളിപ്പിച്ചു, അവനെ മീന് തീറ്റയാക്കി കൊടുക്കാനും സമ്മതിച്ചില്ല. ഒത്തിരി വില കൊടുത്തു കേട്ടോ, ഒത്തിരി വില കൊടുക്കുന്ന സാഹചര്യമാണ് അതൊക്കെ. മാതാപിതാക്കളാകുന്ന നമ്മളെ ഒരു കൊച്ചിനെ, ദൈവം തരുന്ന ഒരു കുഞ്ഞിനെ ദൈവത്തിന്റെ പദ്ധതിയിൽ വളർത്താൻ ശരിക്കും അത്ര നിസ്സാരമായ കാര്യമല്ല കേട്ടോ. ഇച്ചിരി വില കൊടുക്കണം നമ്മൾ. അതുകൊണ്ടാണ് ഈ ഭാഗമൊക്കെ നമ്മളെ വായിക്കാനായിട്ട് നമ്മൾ ഒരുമിച്ച് ചിന്തിക്കാനൊക്കെ എടുക്കുന്നത്. എന്തെങ്കിലും ഒരു കഥ പറയാനല്ലല്ലോ ഞാനിത് എടുത്തിരിക്കുന്നത്. നമ്മളോടുള്ള ബന്ധത്തിൽ നമുക്ക് ദൈവത്തിൽ നിന്ന് ചില ആലോചനകൾ പ്രാപിക്കാനാണല്ലോ. അതുകൊണ്ട് മാതാപിതാക്കളൊക്കെ നമുക്ക് ഒരുമിച്ച് ഈ ഭാഗം ഒരു ചലഞ്ചായിട്ട് എടുക്കാം. നിങ്ങളുടെ കുഞ്ഞുങ്ങൾ പിഞ്ചു കുഞ്ഞുങ്ങളാണോ ആയിരിക്കുമ്പോൾ തന്നെ അവരിലുള്ള ദൈവത്വം തിരിച്ചറിഞ്ഞുകൊണ്ട് കർത്താവിന് വേണ്ടി സമർപ്പിച്ച് വളർത്തിയെടുത്താൽ അത് ഭയങ്കര അനുഭവമായിരിക്കും. കർത്താവിന് സ്തോത്രം. ഞാൻ ഈ വിശ്വാസത്തിൽ വന്ന സമയത്ത് ഹല്ലേലൂയ സ്തോത്രം, ഒന്നാമത് പെന്തക്കോസ് എന്നാന്ന് എനിക്ക് അറിയില്ലായിരുന്നു. പെന്തക്കോസിനെ ആകെ ഞാൻ ചീത്ത വിളിച്ച് എതിർത്ത് നടന്ന ആളായിരുന്നു. കർത്താവിന് സ്തോത്രം. ഒരു പെന്തക്കോസ് പാസ്റ്ററിനെ വിശ്വാസികളെ കണ്ടാൽ അല്ലറി ചീത്ത വിളിച്ച് കൈ ഓങ്ങി ഓടാന്ന് പറഞ്ഞ് ഓടിക്കുന്ന ഒരു മൃഗ സ്വഭാവമായിരുന്നു എനിക്ക്. അങ്ങനെ ഇരിക്കുന്ന അവസരത്തിലാണ് ഒരു സുപ്രഭാതത്തിൽ എനിക്ക് സ്വസ്ഥതയില്ലാതെ വന്ന് ഒരുപാട് വിഷം എടുത്ത് കഴിച്ച് എന്റെ കണ്ണിന്റെ കാഴ്ചയൊക്കെ മങ്ങിപ്പോയി, ചെവിയുടെ കേൾവി മങ്ങിപ്പോയി, അതുപോലെ തന്നെ ശരീരത്തിൽ ആരോഗ്യം നഷ്ടപ്പെട്ടു. വീണ്ടും മരത്തിൽ കയറാൻ ആംബിയർ ആയാൽ തൂങ്ങി മരിക്കാന്ന് ഓർത്തുകൊണ്ട് ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് എഴുതി മരിച്ച ആളാണ് ഞാൻ. കർത്താവിന്റെ സ്തോത്രം. 7ാമത്തെ ദിവസം അങ്ങനെ വീണ്ടും മരിക്കാനായിട്ട് അങ്ങനെ കാത്തിരിക്കുന്ന സമയത്താണ് ഒരു പാസ്റ്റർ, ഞാനൊരു സ്നേഹിതന്റെ വീട്ടിലേക്കാണ് പോയത്. എനിക്ക് വേറെ അങ്ങനെ പ്രത്യേകിച്ച് ഒരു അറിവില്ല. അങ്ങനെ ഇരിക്കുന്ന സമയത്ത് ഒരു പാസ്റ്റർ വേറെ ഏതോ ഒരു വഴിക്ക് പോകേണ്ട ആളും ഞങ്ങളുടെ വീടിന്റെ മുമ്പിൽ വരുവാണ്. ആ സമയത്ത് ഇദ്ദേഹം വരുമ്പോൾ ഞാൻ ഈ ഇളവേല് കഴിഞ്ഞ് മുറ്റത്തിരിക്കുക. അപ്പൊ 2 മിനിറ്റ് കഴിഞ്ഞാല് 2 മിനിറ്റ് ഒക്കെ കഴിഞ്ഞാൽ തനതാൻ ഇങ്ങനെ കുമ്പിട്ട് പോകും. അപ്പൊ ഞാനിങ്ങനെ കുമ്പിട്ടിരിക്കണം കണ്ടുകൊണ്ട് ഈ പാസ്റ്റർ ഓർത്ത് ഒന്നെങ്കിൽ മന്ദബുദ്ധിയായിരിക്കും അല്ലെങ്കിൽ അന്ധനായിരിക്കും ഓർത്താണ് പുള്ളി ഒരു ചിരിയൊക്കെ ചിരിച്ച് എന്റെ അടുത്ത് വന്നത്. ഞാൻ തല പൊക്കി നോക്കിയപ്പോ പാസ്റ്റർ. ആ സമയത്ത് എനിക്ക് പാസ്റ്ററിനെ എഴുന്നേപ്പിച്ച് ഓടിക്കാൻ പറ്റാത്തത് കൊണ്ട് ഞാൻ മിണ്ടാതെ അവിടെ ഇരിക്കുവാണ്. അല്ലെങ്കിൽ ഞാൻ ഓടിക്കും, പുള്ളി ഓടുകയും ചെയ്യും. അങ്ങനെയൊക്കെ ഒരുപാട് പാസ്റ്റർമാരെ ഞാൻ ഓടിച്ചിട്ടുണ്ട്. അതൊക്കെ ഞാൻ ഉൾപ്പെട്ട് വന്ന മതത്തിലെ പുരോഹിതന്മാർ പറഞ്ഞു കേട്ടോണ്ട് ഈ പാവങ്ങളൊക്കെ ഓടിച്ചിട്ടുണ്ടെന്നെ. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഇദ്ദേഹം എന്നോട് ചോദിച്ചു, നീ യേശു ക്രിസ്തുവിനെ കുറിച്ച് നിനക്ക് അറിയാവോ? അപ്പൊ ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, ഞാൻ പാരമ്പര്യമായിട്ട് ക്രിസ്ത്യാനിയാ, നീ കർത്താവിനെ കുറിച്ച് നിങ്ങൾ എന്നോട് എന്ത് പറയും? അപ്പൊ അത്ര എതിർക്കാനുള്ള ആംബിയർ ഉണ്ടെന്നുള്ളൂ. അപ്പൊ അന്നേരം അദ്ദേഹത്തിന്റെ ഒരു കാര്യം മനസ്സിലായി, ഞാൻ ഒരു അന്ധനുമല്ല മന്ദബുദ്ധിയല്ല, എന്തോ തട്ടുകടി ഇട്ടിരിക്കാന്ന് ഈ പാസ്റ്ററിന് മനസ്സിലായിട്ട് പുള്ളി അവിടെ നിന്ന് കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു. പക്ഷെ പറഞ്ഞു തന്നെ എന്റെ തലയ്ക്കകത്ത് കയറിയില്ല. കാരണം തലച്ചോറൊക്കെ തകർന്നു പോയായിരുന്നു. മരണം ഞാൻ ശരിക്കും കണ്ടതാണ്. 3 ദിവസം വരെ മരിച്ചു പോകുമെന്ന് ഡോക്ടർമാർ വിധി എഴുതിയ ആളാണ്. കർത്താവിന്റെ സ്തോത്രം. എന്നെ കുറിച്ച് അങ്ങനെ പറഞ്ഞിരുന്ന, എന്നാൽ ദൈവത്തിന് എന്നെ കുറിച്ചൊരു ഉദ്ദേശം ഉള്ളതുകൊണ്ടാണ് ഞാൻ രക്ഷപ്പെട്ടത്. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ ഈ പാസ്റ്റർ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് പുള്ളി എന്നോട് പറഞ്ഞു, നാളെ ഞങ്ങളുടെ സഭയിൽ ഒരു ഉപവാസ പ്രാർത്ഥനയുണ്ട്, നിനക്കൊന്ന് വരാമെന്ന് വെച്ചു. ആ സമയത്ത് ഇദ്ദേഹം എന്റെ അടുത്തൊന്ന് പോകാൻ വേണ്ടി ഞാൻ പറഞ്ഞു, ഞാൻ വരാമെന്ന് പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ അദ്ദേഹം പോയി കഴിഞ്ഞപ്പോൾ അന്ന് വൈകിട്ട് എന്റെ സ്നേഹിതൻ വന്നപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, എടാ ഇത് പറഞ്ഞൊരു പാസ്റ്റർ വന്ന് പുള്ളിയുടെ സഭയിലേക്ക് എന്നെ വിളിച്ചല്ലോ എന്ന് പറഞ്ഞു. അപ്പൊ പുള്ളി എന്നോട് ചോദിച്ചു, നീ എന്ത് പറഞ്ഞു? ഞാൻ പറഞ്ഞു, ഞാൻ ചെല്ലാന്ന് പറഞ്ഞല്ലോ. അപ്പൊ നാളെ രാവിലെ ഞാൻ നിന്നെ കുളിപ്പിച്ച് അവിടെ കൊണ്ടുപോകാന്ന് പറഞ്ഞു. അപ്പൊ ഒരാളുടെ സഹായം ആ സമയത്ത് വേണം. ഒരുപാട് വിഷം കഴിച്ചാൽ അങ്ങനെയൊക്കെ സംഭവിക്കും കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. അങ്ങനെ രാവിലെ പുള്ളി എന്നെ കുളിപ്പിച്ച് ആദ്യമായിട്ട് ഒരു പെന്തക്കോസ് ഹോളിൽ പോകാനിടയായി. ഒരു ചെറിയ ഹോള്, വാടക പോലുള്ള ചെറിയൊരു ഷെഡ് പോലുള്ള ഇതാണ്. അതിനകത്ത് കുറെ പാവങ്ങൾ ഇരിക്കുകയാണ്. അങ്ങനെയൊക്കെയുള്ള ആളുകളുടെ ഇടയിൽ ഞാനൊട്ട് പോയിട്ടുമില്ല. ഞാനൊക്കെ ചുമ്മാ ഒരു മൃഗത്തെ പോലെ ജീവിച്ച ആളാണ്. കർത്താവിന്റെ സ്തോത്രം. പുറത്ത് വലിയ പള്ളിയിൽ നിന്നൊക്കെ ഇങ്ങനെയുള്ള സ്ഥലത്തേക്ക് ചെന്ന് നമുക്ക് അംഗീകരിക്കാൻ ഒക്കത്തില്ല. തന്നെയല്ല, കുരുടാൻ ഈ വിഷം കഴിച്ചതിനേക്കാൾ നാണക്കേടായിരുന്നു ആ കാലത്തൊക്കെ പെന്തക്കോസിൽ പോകാൻ പറഞ്ഞത്. എങ്കിലും മരിക്കാനുള്ളതാണല്ലോ നോർത്തണ്ടാ പോയത്. ഞാനും അവരുടെ ഇടയ്ക്കിരുന്നു. ഇവരെല്ലാവരും ഒരു പാട്ട് പാടി. ആദ്യമായിട്ടാണ് ഇവരുടെ പാട്ട് കേൾക്കുന്നത്. ഇവരെല്ലാവരും കൈ അടിക്കാൻ തുടങ്ങി. അതൊക്കെ ആദ്യമായിട്ടാണ് കാണുന്നത്. ഇവരിങ്ങനെ കൈ അടിച്ച് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ, പാട്ട് പാടി ആരാധിച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാനും അവരുടെ നടുക്കിയിരിക്കുന്ന സമയത്ത് എന്റെ കണ്ണ് ശരിക്ക് തെളിഞ്ഞു വരികയുടെ. ശരിക്ക് കണ്ണ് തെളിഞ്ഞു വന്നെ കണ്ടപ്പോൾ ഞാൻ ശ്രദ്ധിച്ചപ്പോൾ എന്റെ ചെവി മൂളി തുറന്നു. എന്റെ ശരീരത്തിൽ നിന്ന് നഷ്ടപ്പെട്ടു പോയ ആരോഗ്യം മുഴുവൻ തിരിച്ചു കിട്ടി.
അങ്ങനെ വന്നപ്പോൾ എനിക്ക് അന്നും ഒരു കാര്യം മനസ്സിലായി. ഞാൻ ഇതുവരെ ചീത്ത വിളിച്ച് അനാവശ്യം പറഞ്ഞ് ഓടിച്ചുകൊണ്ടിരുന്ന ഈ പെന്തക്കോസിൽ മാത്രം ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണതായി. ബാക്കി ഇവിടെ മനുഷ്യനുണ്ടാക്കിയ എല്ലാ മതങ്ങളിലും പോയി 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 ഒടുവിൽ ഒരു മതത്തിലും ദൈവമില്ലെന്ന് പറഞ്ഞുകൊണ്ട് ഒരു നിരീശ്വരവാദിയായി ജീവിച്ച ആളാണ് ഞാൻ. അങ്ങനെ എന്റെ ജീവിതം ഭയങ്കര ദോഷകരമായി തീർന്നിരുന്നു. എന്നാൽ അന്ന് എനിക്കൊരു കാര്യം മനസ്സിലായി. ഇതുവരെ ഞാൻ തള്ളിക്കളഞ്ഞ പെന്തക്കോസിൽ സാക്ഷാൽ സർവശക്തനായ ദൈവമുണ്ടെന്ന് മനസ്സിലാക്കണടയായി. അങ്ങനെ അന്ന് ആ പ്രാർത്ഥന കൂടി ഞാൻ മിണ്ടാതെ എഴുന്നേറ്റ് പോയി. ഇങ്ങോട്ട് ഒരാളുടെ സഹായത്തോടെ വന്നു. അങ്ങോട്ട് ഞാൻ ആരോഗ്യത്തോടെ തിരിച്ചുപോയി. ഞായറാഴ്ച വീണ്ടും ആരാധനയ്ക്ക് വന്നു. ആ തിങ്കളാഴ്ച നടക്കുന്ന അവരുടെ വീട്ടിലെ പ്രാർത്ഥനയ്ക്ക് എന്നെ വിളിച്ചു. ഞാൻ ആ പ്രാർത്ഥനയ്ക്ക് പോയി. അന്ന് പ്രസംഗിക്കാൻ വന്ന പ്രവാചകൻ ഇങ്ങനെ ചോദിച്ചു. പുള്ളി പ്രസംഗിക്കാൻ എഴുന്നേറ്റ് വന്നപ്പോൾ ചോദിച്ചു, ഇന്ന് അഭിഷേകം പ്രാപിക്കാനുള്ള ഒരു കൈവെക്കാൻ പറഞ്ഞു. അപ്പൊ എനിക്ക് അന്ന് മനസ്സിലായി, ഈ അഭിഷേകം എന്ന് ഇവര് പറയുന്നത് ഇവര് കേൾപ്പിക്കുന്ന ഈ കലകലയാണെന്നും ആ സംഭവത്തിലാണ് എനിക്ക് വിടുതൽ കിട്ടിയെന്നും എനിക്ക് മനസ്സിലായിരുന്നു. അപ്പൊ ഞാനും കൈവെക്കി കഴിയുമ്പോൾ ഈ പ്രവാചകൻ പറഞ്ഞു, പാവം ഏറ്റു വരണം. അപ്പൊ ഞാനും വേറൊരു സഹോദരിയാണ് കൈവെക്കിയത്. പാവം ഏറ്റു വരണം എന്ന് പറഞ്ഞു. ഞാൻ ചിന്തിച്ചപ്പോ ആർസിക്കാരനായിരിക്കുന്ന എനിക്ക് അവിടെ എനിക്ക് പാവം ഇല്ലല്ലോ എന്ന് ഓർത്തു. അതൊക്കെ വാഗൊണ്ട് പറഞ്ഞില്ല, മനസ്സുകൊണ്ടാ പറഞ്ഞത്. മനസ്സുകൊണ്ട് അങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ ഈ പാസ്റ്റർ ആ കാലത്തൊക്കെ പ്രവാചകന്മാരെന്ന് പറഞ്ഞാൽ നമ്മൾ മനസ്സുകൊണ്ട് പറയുന്നത് അവർ ചെവി കൊണ്ട് കേൾക്കും. അങ്ങനെ അദ്ദേഹം ചെവി കൊണ്ട് കേട്ടിട്ട് എന്നോട് പറഞ്ഞു, പാവം ഏറ്റു പറയേണ്ടത് അങ്ങനെയല്ല. നോട്ടത്തിൽ, ചിന്തയിൽ, പ്രവൃത്തിയിൽ വന്നുപോയി എല്ലാ പാവം ഏറ്റു പറയണം. പെട്ടെന്ന് എന്റെ ചങ്കിന് ഒരു ഇടി കിട്ടും പോലെയായിട്ട്. അന്നേരം എനിക്ക് മനസ്സിലായി, ഇന്ന് എനിക്ക് അഭിഷേകം കിട്ടത്തില്ല. ഇന്ന് ഇവര് പറയണേ ഈ കലകൾ എനിക്ക് കിട്ടത്തില്ല. കാരണം ഒരു 6 മാസമെങ്കിലും ഏറ്റു പറയാതെ എന്റെ ജീവിതത്തിൽ പാവം തീരത്തില്ല. അപ്പൊ ഞാൻ അങ്ങനെ മനസ്സുകൊണ്ട് പറഞ്ഞ, കർത്താവേ എന്നാ ഞാൻ അടുത്ത പ്രാവശ്യം ഞാൻ പാവമല്ല ഏറ്റു പറഞ്ഞിട്ട് ഞാൻ വരാമെന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞപ്പോൾ അന്ന് ചരിത്രത്തിൽ ആദ്യമായിട്ട് പതുക്കെ എന്റെ കണ്ണെന്ന് നിറഞ്ഞു. അത് കഴിഞ്ഞപ്പോൾ അവര് എൻ പ്രിയനെപ്പോൾ സുന്ദരനായി ആരുമില്ല എന്നുള്ള ആ പാട്ട് അങ്ങ് എടുത്തിട്ടു. ആ പാട്ട് എടുത്തിട്ടു. ഞാനും ആ പാട്ട് ഇങ്ങനെ കേട്ടോണ്ടിരിക്കുന്ന സമയത്ത് അവര് കണ്ണടയ്ക്കുന്നത് ഞാനും കണ്ണടച്ചു. മറ്റേ ഞങ്ങളുടെ പാരമ്പര്യത്തിൽ കണ്ണടയ്ക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്കില്ലായിരുന്നു. കാരണം ഞങ്ങളുടെ പള്ളിയിൽ പോയി കണ്ണടച്ചാൽ പിന്നെ വലിയ ദൈവത്തെ കാണാൻ നിൽക്കും. അതുകൊണ്ട് കണ്ണടയ്ക്കുന്ന പാരമ്പര്യം ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു. എന്നാൽ അന്ന് ഞാൻ കണ്ണടച്ചിരുന്നു. കണ്ണടച്ചിരിക്കുന്ന സമയത്ത് ഇവർ ഈ പാട്ട് പാടി നല്ല നിറവിലേക്ക് വന്നപ്പോൾ ഒരു വെളിച്ചം എന്റെ മുഖത്ത് ഇങ്ങനെ അടിക്കുന്ന അനുഭവം എനിക്ക് മനസ്സിലായി. അപ്പൊ ഞാൻ ശ്രദ്ധിച്ചു കഴിഞ്ഞപ്പോൾ ആ വെളിച്ചം നേരെ ഇങ്ങ് വന്നിട്ട് എന്റെ തലയിലേക്ക് അങ്ങ് ഇറങ്ങി. ഞാൻ ആ വെളിച്ചത്തിലേക്ക് അങ്ങ് കയറി. ഞാൻ ആ വെളിച്ചം എന്റെ അകത്ത് മൊത്തം നിറഞ്ഞു. ഞാൻ ആ വെളിച്ചത്തിനകത്ത് കയറി. ഏകദേശം ഒരു 20-25 മിനിറ്റോളം ഞാൻ ഭൂമിയിലല്ല, ഈ ആളുകളുടെ ഇടയിലല്ല, ഞാൻ ആ വെളിച്ചത്തിരിക്കുവാണ്. ആ വെളിച്ചത്തിലിരിക്കുമ്പോൾ ഞാനൊന്ന് സ്വസ്ത്രം എന്ന് പറയുവാണോ, വേറെ ഒന്നും അറിയത്തില്ല. അപ്പൊ സ്വസ്ത്രം എന്നാണ് പറയുന്നത് ഓർത്തോണ്ടിരുന്നത്. പക്ഷേ ആ പ്രാർത്ഥന കുറഞ്ഞു വന്നു കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി, ഇവര് പറയുന്ന കലകളെയാണ് ഞാൻ പറയുന്നത് മനസ്സിലാകുന്നത്. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ എന്റെ ഹൃദയത്തിൽ കൊലപാതകവും പിടിച്ചുപറിയും മദ്യപാനവും വെട്ടും കുത്തും മാത്രമേ ഉണ്ടെന്നുള്ളൂ. ഒരു മനുഷ്യനെ ഞാൻ സ്നേഹിച്ചിട്ടില്ല. സ്നേഹിക്കാൻ പറ്റാത്ത രീതിയിലാണ് ഞാൻ വളർന്നു വരുവാനിടയായത്. ആരും സ്നേഹം എനിക്ക് കിട്ടിയിട്ടില്ല, ഞാനും ആരും സ്നേഹിച്ചിട്ടില്ല. അങ്ങനെയാണ് എന്റെ ജീവിതം. എന്നാൽ അതെല്ലാം അങ്ങ് മാറിയിട്ട് ഞാനൊരു കൊച്ചു കുഞ്ഞിനെ പോലെ കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. ആ പ്രാർത്ഥന കഴിഞ്ഞ് ഞാൻ നോക്കി കഴിഞ്ഞപ്പോൾ അവിടെ അന്ന് വന്നിരിക്കുന്ന പാസ്റ്റർമാരും പെന്തക്കോസുകാരും മുഴുവനും ഇതേ അനുഭവത്തിൽ, ഇതേ തേജസ്സിലാണ് ഇവരിയ്ക്കുന്നതെന്ന ഒരു വലിയ സത്യവും ഞാൻ കാണുന്നുണ്ട്. അന്ന് കിട്ടിയ അഭിഷേകത്തിൽ എനിക്ക് പ്രവചനം, വെളിപ്പാട്, വിവേചനം, ഭാഷകളുടെ വ്യാഖ്യാനം, രോഗശാന്തി, ഭൂതത്തിന്മേലുള്ള അധികാരം, ഇങ്ങനെയുള്ള സകല അധികാരത്തോടും കൂടിയാണ് ദൈവം എനിക്ക് ഈ അഭിഷേകത്തിൽ നിറയ്ക്കാനിടയായി തരുന്നത്. എന്നാൽ അതൊക്കെ കഴിഞ്ഞ് ബൈബിളൊക്കെ പഠിച്ചു കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ അതൊക്കെ കൃപാവരാണെന്ന് അറിയണത്. എന്നാൽ അന്ന് ഞാനൊരു തീരുമാനമെടുത്തു. ഈ സത്യം ഞാൻ ഇതുവരെ കണ്ടിട്ടുള്ള മന്ത്രവാദികൾക്ക് കിട്ടിയിട്ടില്ല, മനഃശാസ്ത്രജ്ഞന് കിട്ടിയിട്ടില്ല, മത നേതാക്കന്മാർക്ക് കിട്ടിയിട്ടില്ല, ഒരു രാഷ്ട്രീയ നേതാക്കന്മാർക്കും കിട്ടിയിട്ടില്ല. കാരണം ഒരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല ഈ അനുഭവം പ്രാപിച്ചാൽ. പെന്തക്കോസുകാർക്ക് മാത്രമേ കിട്ടിയിട്ടുള്ളൂ. അവരെന്റെ അടുക്കൽ വന്ന് ഞാൻ തീറി പറഞ്ഞു ഓടിക്കുകയും ചെയ്യുമായിരുന്നു. കർത്താവിന് സ്തോത്രം. അപ്പൊ ഞാനൊരു തീരുമാനമെടുത്തു, എന്തു വന്നാലും ശരി കാണുന്നവരോട് മുഴുവൻ ഈ സത്യം വിളിച്ചു പറയണം. അങ്ങനെ കഴിഞ്ഞ 32-33 വർഷമായിട്ട് ആരംഭിച്ചതാണ് സുവിശേഷകര. അന്ന് ഹല്ലേലൂയ സ്തോത്രം, കാണുന്നവരോടൊക്കെ ഓടി നടന്നു പറഞ്ഞു പറയും. സമാധാനമില്ലാതെ മദ്യപാനത്തിലോ ജീവിതത്തിൽ സ്വസ്ഥതയില്ലാതെ കഴിയുന്നവരാണോ, നിങ്ങൾക്ക് വാ, പെന്തക്കോസിൽ വാ, നിങ്ങളെ ദൈവം അനുഗ്രഹിക്കും, നിങ്ങളെ ദൈവം വിടിവിക്കും, നിങ്ങളൊരു മനുഷ്യനാക്കും. പെന്തക്കോസിൽ വന്നാൽ പരിശുദ്ധാത്മാവ് നമ്മുടെ അകത്ത് വരും. അകത്ത് വന്നാൽ നമ്മൾ മനുഷ്യനായിത്തീരും. നമ്മൾ വലിയൊരു സമാധാനത്തിലേക്ക് വരും. ഇതായിരുന്നു ആദ്യകാലങ്ങളിൽ എന്റെ പരസ്യ മീറ്റിംഗ്. അത് നിന്ന് വിളിച്ചു പറയും. 1000കണക്കിന് കുടുംബങ്ങളെ ഈ പെന്തക്കോസിലേക്ക് കൊണ്ടുവരാൻ ദൈവം എന്നെ ഉപയോഗിച്ചു. 10,000കണക്കിന് പിടികിട്ടാപ്പുള്ളികള്, പോലീസ് കേസിൽ നടക്കുന്നവര്, മാതാപിതാക്കളെ കൊല്ലാനിരിക്കുന്നവര്, ഭാര്യനെയും കുഞ്ഞുങ്ങളെ കൊന്നിട്ട് തൂങ്ങി മരിക്കാനിരിക്കുന്നവരെ, ഇങ്ങനെയൊക്കെ 1000കണക്കിന് ആളുകളെ ഈ പെന്തക്കോസിൽ കൊണ്ടുവരാൻ ദൈവം എന്നെ സഹായിച്ചു. കർത്താവിന് സ്തോത്രം, ഹല്ലേലൂയ. അന്ന് ഇറങ്ങിയ സമയത്ത്
ആരാഹാരം തരും, എവിടെ തല ചായ്ക്കാൻ പറ്റും, ആരെന്നെ സ്നേഹിക്കും, ഇതൊന്നും ചിന്തിച്ചിട്ടില്ല. ആര് വസ്ത്രം തരും, എങ്ങനെ ജീവിക്കുന്ന ഒന്നും ചിന്തിച്ചില്ല. പക്ഷെ ഒറ്റ കേസ് മാത്രം, ഭൂമിയിൽ ജീവിച്ചിരിക്കുന്ന ഒരു മനുഷ്യനും ഒരു മതവും ഈ സത്യം അറിഞ്ഞിട്ടില്ല. അതുകൊണ്ട് അവരെല്ലാവരും നശിച്ച് ജീവിക്കുന്നു. അവർക്ക് ഈ സമാധാനം പറയണമെന്ന് ഒറ്റ വെളിപ്പാടില് ഇറങ്ങിയ ഇറക്കമാണ്. കർത്താവിന് സ്തോത്രം. കുറെ വർഷങ്ങൾ കഴിഞ്ഞപ്പോൾ ഞാൻ ബൈബിൾ കോളേജ് പഠിച്ചു. അത് കഴിഞ്ഞപ്പോൾ ദൈവം എനിക്ക് ഹല്ലേലൂയ സ്തോത്രം ഭാര്യയായി തന്നു. കർത്താവിന് സ്തോത്രം. ഭാര്യയെ തന്നപ്പോൾ ഭാര്യനെ ഞാൻ കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ വൈദ്യശാസ്ത്രം പറഞ്ഞിരുന്നു എനിക്ക് മക്കൾ ഉണ്ടാവില്ലെന്ന് പറഞ്ഞിരുന്നു. എനിക്ക് അത് കഴിഞ്ഞപ്പോൾ കർത്താവ് 2 മക്കളെ തന്നു. അവരെയും കർത്താവിന് വേണ്ടി സമർപ്പിച്ചു. കർത്താവിന് സ്തോത്രം. അവരൊക്കെ കർത്താവിനെ വേണ്ടി സമർപ്പിച്ച് കുഞ്ഞുനാൾ മുതലേ എന്റെ കുഞ്ഞുങ്ങളൊക്കെ നല്ല ദർശനം വെളിപ്പാടുള്ളവരായിട്ട് കരുവരുവാനായി തീർന്നു. എന്റെ ഭാര്യയൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിന് വേണ്ടി സമർപ്പിച്ചതുപോലെ തന്നെ ഈ സഭകളിലൊക്കെ ശക്തമായിട്ട് പ്രസംഗിക്കുന്ന ആളാണ് എന്റെ ഭാര്യ. നല്ല ശക്തനായ പ്രവാചകന്മാരാണ് എനിക്ക് 2 മക്കളുള്ളത്. മൂത്ത മകൻ ഇപ്പം BTH കഴിഞ്ഞ് ഇപ്പൊ ഒരു 2 ആഴ്ചയായിട്ട് ഒറീസയിലായിരുന്നു. അവിടെ നിന്ന് പിന്നെ ഇപ്പം ആന്ധ്രയിൽ വന്നു. സഭകളിലേക്ക് ആളുകൾ വിളിച്ചോണ്ടിരിക്കുന്നു. എന്റെ മൂത്ത മോൻ അങ്ങനെ അവിടെ ശുശ്രൂഷയായിട്ടിരിക്കുന്നു. ശക്തനായ പ്രവാചകനാണ്. എന്റെ ചെറിയ മോൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാലും അവൻ ശക്തനായ പ്രവാചകനാണ്. സഭകളിൽ പോയി ശക്തമായിട്ട് ശുശ്രൂഷിക്കുന്നു. ഹല്ലേലൂയ സ്തോത്രം. അനേകരെ നരക തീയിൽ നിന്ന് വലിച്ചെടുക്കാൻ ഞങ്ങളെ എല്ലാവരും ദൈവം ഉപയോഗിക്കുന്നു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെ വലിയ ദൈവിക സമാധാനം കണ്ടവരാണ് ഞങ്ങൾ. അപ്പൊ ഒരു പരിധിവരെ എന്റെ കൂട്ടത്തിൽ ഇന്ന് വന്നിരിക്കുന്നവർ ഹല്ലേലൂയ സ്തോത്രം, നമ്മളെ ഒരുമിച്ച് കൂടിയിരിക്കുന്നത് ഇങ്ങനൊരു സത്യം ഈ ലോകത്തിലുണ്ടെന്ന് നമ്മളൊന്ന് അറിയണമല്ലോ. ഹല്ലേലൂയ സ്തോത്രം. ഇങ്ങനൊരു പ്രവർത്തനം ഇന്ന് നടക്കുന്നുണ്ടെന്ന് നമ്മൾ അറിയണമല്ലോ. ഇവിടെ നമ്മൾ കണ്ടത് ഹല്ലേലൂയ സ്തോത്രം, ഈ കൊച്ചിനെ ദിവ്യ സുന്ദരനെന്ന് മാതാപിതാക്കൾ കണ്ടു. 3 മാസം ഒളിപ്പിച്ചു. അത് കഴിഞ്ഞപ്പോൾ ഞാങ്ങണ പെട്ടകം മേടിച്ച് അതിനകത്ത് കീല് തേച്ച് പെയിന്റ് തേച്ച് അതിനകത്ത് ഈ കൊച്ചിനെ കിടത്തിയിട്ട് ഞാങ്ങണയുടെ ഇടയിൽ കൊണ്ടുപോയി കിടത്തിയിരിക്കുകയാണ് ഇപ്പം. അപ്പൊ പുള്ളി അതിനകത്ത് കിടക്കുന്നു. അപ്പൊ പുള്ളിയെ കിടക്കുന്ന ഭാഗം ഞാൻ ചിന്തിച്ചു നോക്കി. ഒരു 3 വയസ്സുള്ള ഒരു ആൺകുഞ്ഞെ ഇങ്ങനെ കിടക്കുകയാണ്, മിണ്ടാതെ ആ പെട്ടകത്തിനകത്ത് കിടക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. കൊച്ചിങ്ങനെ മിണ്ടാതെ കിടക്കുന്ന, ഒരു ശബ്ദം കേൾക്കുന്നില്ല, കരയുന്നില്ല, ഒന്നുമില്ല. പുള്ളിയുടെ കുഞ്ഞെ കണ്ടിങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നോക്കുന്നുണ്ടാവാം. ചിലപ്പോൾ ആരെങ്കിലും വരുന്നുണ്ടോ. അങ്ങനെ പുള്ളി ഇങ്ങനെ കിടക്കണ സമയത്ത് ചിലപ്പോൾ അതിന്റെ അമ്മ പ്രഭാതത്തിലാകാൻ കേട്ടോ ഈ കൊച്ചിനോടെ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത്. ഈ ഞങ്ങളുടെ ഇടയ്ക്ക് പ്രഭാതത്തിലാകാൻ ഈ കുഞ്ഞിനെ കൊണ്ടുവന്ന് കിടത്തിയേക്കണത്. കാരണം ഓരോ പ്രത്യേക സമയങ്ങളിലാണ് ഈ ഫറവോനും അവന്റെ ആളുകളും ഈ നദിയിൽ കുളിക്കാൻ വന്നത്. അതൊക്കെ അവർക്ക് വേണ്ടിയുള്ള പ്രത്യേക സമയമുണ്ട്. അതിലിപ്പോൾ പെങ്ങളും തോഴിമാരും കുളിക്കാൻ വന്ന സമയമാണ് ഇവിടത്തെ സംഭവം. അവര് കുളിക്കാൻ വന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങളുടെ ഇടയിൽ ഒരു പെട്ടകം ഇരിക്കുകയാണ്. അത് തോഴിമാര് കണ്ടു. അപ്പൊ പറഞ്ഞു, ഒരു പെട്ടകം ഞങ്ങളുടെ ഇടയിൽ ഇരിക്കുവാണല്ലോ. അപ്പം എന്തെന്ന് വെച്ചാൽ തോഴി ഓടിച്ചെന്ന് തുറന്നു നോക്കിക്കഴിഞ്ഞപ്പോൾ ഈ പുള്ളി അതിനകത്ത് കിടക്കണം. അതുവരെ മിണ്ടാതെ കിടന്ന പുള്ളി ഒരൊറ്റ കരച്ചിലങ്ങ് പറഞ്ഞു. ഭയങ്കര കരച്ചിൽ കരഞ്ഞപ്പം പുള്ളിനെ പെട്ടെന്ന് എടുത്തുകൊണ്ടെന്ന് ഈ രാജ്ഞിയല്ല രാജാവിന്റെ മകളുടെ എടുത്തുകൊണ്ടെന്നു. കർത്താവിന്റെ സ്തോത്രം. കൊണ്ടുവന്ന് കഴിഞ്ഞ് നോക്കിക്കഴിഞ്ഞപ്പോൾ അവൾക്കും ഈ കൊച്ചുകൊണ്ട് മനസ്സലിവ് തോന്നി. അപ്പൊ എന്താകുമെന്ന് അറിയാൻ വേണ്ടി പെങ്ങള് ദൂരെ നിന്ന് നോക്കിക്കൊണ്ടിരിക്കുന്നു. ഉടനെ പെങ്ങൾ ഓടിച്ചെന്ന് കഴിഞ്ഞാൽ ചോദിച്ചു, ഈ എബ്രായ കുഞ്ഞിന്റെ അമ്മേനെ അതിന് മുള കുടിക്കാൻ വിളിക്കട്ടെ എന്ന് ചോദിച്ചു. ഉടനെ വിളിച്ചോളാൻ പറഞ്ഞു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. ആ മോശയെ വളർന്നപ്പോൾ എന്നാട്ടോ നമ്മുടെ കൊവിവാക്യം, അത് വിട്ടുപോകല്ലേ. ആ കുഞ്ഞിനെ ഞങ്ങളുടെ ഇടയിൽ കിടത്തി എന്നൊക്കെ പറയുമ്പോൾ ഈ കർത്താവിന് വേണ്ടി ദിവ്യ സുന്ദരനയക്കുന്ന ആളുകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ സാധ്യതയുള്ള ചില കാര്യങ്ങളാണ് ഇതിനകത്തൊക്കെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഞാനിത് പറയുമ്പോൾ പരിശുദ്ധാത്മാവുള്ളവർ ഒട്ടനവധി ദൂതുകൾ ഇതിനകത്തുനിന്ന് നിങ്ങൾക്ക് കിട്ടും. കർത്താവിന്റെ സ്തോത്രം. ഇങ്ങനെ ഞാങ്ങണയുടെ ഇടയിലാണ് ഈ കൊച്ചിനെ കിടത്തിക്കുന്നത്. ഇനി ഞാങ്ങണയുടെ ഇടയിൽ കൊച്ചിനെ കിടത്തിയ സ്ഥലം എന്ന് പറയുമ്പോൾ തിരുവഴുത്തുകളിൽ ഞാങ്ങളെ കുറിച്ച് പല സ്ഥലത്തും പറയുന്നുണ്ട്. അതിൽ ഇയ്യോബിന്റെ പുസ്തകത്തിൽ ഞാങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ജസ്റ്റ് അതൊക്കെ ഒരു വലിയ വിഷയം അല്ലെങ്കിലും ഒരു പരിധി വരെ നമ്മളതൊന്നും അറിയണമല്ലോ, നമുക്കതൊന്നും അറിയാം. ഈ ഞാങ്ങളെ കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ്. ഹല്ലേലൂയ സ്തോത്രം. ദൈവം ഇയ്യോബിനോട് പറയുകയാണ് 40-ാം അധ്യായം. 40-ാം അധ്യായത്തിന്റെ 21-ാം വാക്യത്തിൽ പറയുന്നത് ഇങ്ങനെയാണ്. അത് പറയുന്ന പുള്ളി ആരാന്നറിയാമോ? ഹല്ലേലൂയ സ്തോത്രം. നദീഹയം എന്ന് പറയുന്ന ദൈവത്തിന്റെ ഭീകര ഒരു സൃഷ്ടിയെ കുറിച്ചാണ്. നദീഹയം എന്ന് പറയുന്ന ഒരു ജീവി. ഈ ജീവി കിടക്കുന്നത്, ഇവന്റെ പാർപ്പ് എവിടെയാണെന്നറിയാമോ? ഇപ്പൊ ഈ മോശക്കനെ കൊണ്ടുവന്ന് കിടത്തേക്കണ സ്ഥലമാണ് കേട്ടോ. അതാണ് ഈ 21-ാം അധ്യായത്തിൽ പറഞ്ഞത്. അത് നീർമരുതത്തിന്റെ ചുവട്ടിലും ഞാങ്ങണയുടെ മറവിലും ചതുപ്പ് നിലത്തും കിടക്കുന്നു. ചതുപ്പ് നിലത്ത് വളരുന്ന ഒരു സാധനമാണല്ലോ ഞാങ്ങണ. ഇതിനെക്കുറിച്ച് മറ്റൊരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്നത് ഞാങ്ങണയുടെ ഇടയിലെ ദുഷ്ടജന്തുക്കളെന്നാണ്. ഇതിന്റെ ഇടയിലാണ് ഇപ്പോൾ
ദിവ്യസുന്ദരനായ കുഞ്ഞിനെ അമ്മ കൊണ്ടുവന്ന് കിടത്തിയിരിക്കുന്നത്. ഹല്ലേലൂയ സ്തോത്രം, ഹല്ലേലൂയ, ഹല്ലേലൂയ സ്തോത്രം. ഒരു കുഞ്ഞിനെ ഈ കർത്താവിന്റെ പദ്ധതിയിലൂടെ വളർത്തുമ്പോഴേ നമ്മൾ ഉദ്ദേശിക്കുന്ന മാതിരി അത്ര സുഖമൊന്നുമല്ല കേട്ടോ, അത്ര സുഖകരമായ കേസൊന്നുമല്ല. നാം പരിശോധിച്ചു കഴിഞ്ഞാൽ, ഭക്തന്മാരെയൊക്കെ പരിശോധിച്ചാൽ നമുക്ക് പിടികിട്ടുന്നത് അങ്ങനെയാണ്. അതിഭീകരമായ സ്ഥലത്താണ് ഇപ്പൊ കൊച്ചിനെ കിടത്തിയിരിക്കുന്നത്. അവിടെ കൊച്ചു മിണ്ടാതെ കിടക്കുകയാണ് ആ ഞാങ്ങണയുടെ ഇടയിൽ. കാരണം അവിടെ ദുഷ്ടജന്തുണ്ട്, അതിഭീകരനായിരിക്കുന്ന പുള്ളി അതിന്റെ മറവി കിടപ്പുണ്ട്, കിടക്കുന്ന സ്ഥലമാണ്. പക്ഷെ അവിടെ ഇപ്പം ഈ ദിവ്യ സുന്ദരനെ ഒളിപ്പിച്ച് കിടത്തിയിരിക്കുക അമ്മ. പുള്ളി മിണ്ടാതെ കിടക്കുക. പക്ഷെ ദാസിമാര് വന്ന്, തോഴിമാര് വന്ന് തുറന്നപ്പോ പുള്ളി ഒരൊറ്റ കരച്ചിലം കരഞ്ഞു. അവിടെ നിന്ന് പുള്ളിക്കാരുടെ അമ്മയുടെ കൈ കൊടുത്ത് അവൻ അവിടെ നിന്ന് വളർന്നു വരികയാണ്. ഹല്ലേലൂയ സ്തോത്രം. ഒരു കുഞ്ഞിനെ കർത്താവിന്റെ ഹിതപ്രകാരം വളർത്തുന്ന മാതാപിതാക്കള്, ഹല്ലേലൂയ സ്തോത്രം, ഒരു കാര്യം ഓർത്തോളണം, അത്ര നിസ്സാര കാര്യമല്ല, അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഹല്ലേലൂയ സ്തോത്രം. എന്നാൽ അവനെ കൃത്യമായിട്ട് തിരിച്ചറിയുന്ന അമ്മയപ്പന്മാർ, അവനെ വളർത്തിയ ഭാഗമാണ് നമ്മൾ കാണാനിടയായി തീർന്നത്. അതാണ് നമ്മൾ വായിച്ച കുറുവാക്യത്തിലെ വിഷയം. കർത്താവിന്റെ സ്തോത്രം. അവിടെ പറഞ്ഞിരിക്കുന്നത് ഇങ്ങനെയാണ്, ഹല്ലേലൂയ സ്തോത്രം, വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. കർത്താവിന്റെ സ്തോത്രം. അവിടെ പറയുന്നത് വിശ്വാസത്താൽ മോശ താൻ വളർന്നപ്പോൾ പാപത്തിന്റെ തൽക്കാല ഭോഗത്തെക്കാൾ. ഇപ്പം മോശ എവിടെയാണെന്നറിയാമോ? ഇപ്പൊ ഈ പറഞ്ഞിരിക്കുന്ന സംഭവം മോശ ഫറവോന്റെ കൊട്ടാരത്തിലാണ്. ഫറവോന്റെ കൊട്ടാരത്തെ സംബന്ധിച്ച് പറയുന്നത് ഈ പാപത്തിന്റെ തൽക്കാല ഭോഗം എന്നൊക്കെ പറയുമ്പോൾ ഈ ലളിത തർജിമ ബൈബിളിൽ പറയുന്നത് ഇങ്ങനെയാണ്, പാപത്തിന്റെ സുഖം ആസ്വദിക്കാൻ സൗകര്യമുള്ള സ്ഥലമെന്ന. അപ്പൊ ഈ ഫറവോന്റെ കൊട്ടാരത്തിൽ അങ്ങനെ ഒരു സംഭവമുണ്ട്. അവിടെ ഒരു സമയം പാപത്തെ ആസ്വദിക്കാനുള്ള ഒരു സമയം നമുക്ക് അവിടെ അവസരമുണ്ട്. അങ്ങനെയുള്ള അവസരമുള്ള സ്ഥലത്താണ് ഇപ്പൊ മോശ നിൽക്കുന്നത്. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ദിവ്യ സുന്ദരനായി കണ്ട മോശനെ അമ്മയപ്പന്മാർ ഒളിപ്പിച്ച് വളർത്തി ദൈവത്തിന്റെ വ്യവസ്ഥയിലൂടെ വളർത്തിയപ്പോൾ അവനിങ്ങ് വളർന്നു വരുന്നത് കണ്ടോ. പാപം ചെയ്യാൻ അവസരമുണ്ട്, ഒത്തിരി അവസരമുണ്ട് കേട്ടോ. പക്ഷെ അവസരങ്ങളെക്കാളൊക്കെ പുള്ളി തെരഞ്ഞെടുക്കുന്നത് ലോകപ്രകാരം വെറും മണ്ടനെന്ന് പറയുന്ന പരിപാടി പുള്ളി തെരഞ്ഞെടുക്കുകയാണ്. ഇവിടെ കണ്ട് കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു എന്നൊക്കെ പറയുമ്പോൾ, ഹല്ലേലൂയ സ്തോത്രം, അതൊരു ഭയങ്കരമായിരിക്കുന്ന കാര്യമാണ്. കഷ്ടം അനുഭവിക്കുന്ന തെരഞ്ഞെടുത്തു. അവിടെ കഷ്ടപ്പാട് മാറാനുള്ളത് തെരഞ്ഞെടുത്തു എന്ന് കേട്ടാൽ എല്ലാവർക്കും സന്തോഷമാണ്. അത് ഒത്തിരി പേർക്ക് ഭയങ്കര സന്തോഷമാണ്. കഷ്ടപ്പാട് മാറാനുള്ളൊരു ഭാഗം തെരഞ്ഞെടുത്തു. പക്ഷെ മോശ, ദിവ്യ സുന്ദരനായിരിക്കുന്ന മോശ തിരഞ്ഞെടുത്തത് കഷ്ടമനുഭവിക്കുന്നതാ. അത് ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് പുള്ളിക്കാരൻ തെരഞ്ഞെടുത്തു. ഇന്ന് രാത്രിയിൽ എന്റെ ശബ്ദം കേൾക്കുന്ന ദൈവത്തിന്റെ പൈതലേ, ഹല്ലേലൂയ, ഹല്ലേലൂയ, ദൈവത്തിന്റെ ജനത്തോട് ചേർന്ന് കഷ്ടം അനുഭവിച്ചാൽ പിന്നീട് നമ്മൾ കാണുന്നതൊക്കെ എന്ന സംഭവം പിന്നെ കാണുന്നത്. അവിടെ നിന്ന് മോശ പിന്നെ നേരെ ചെന്നത്, ഫറവോന്റെ കൊട്ടാരത്തിൽ നിന്ന് നേരെ ചെന്നത് ഇത്രോയുടെ വീട്ടിൽ ചെന്നു. അവിടെ ചെന്നപ്പോ പുള്ളി ഓർത്തത് ഇവിടം കൊണ്ട് തീർന്നു, ഇനി അതിന്റെ മുമ്പോട്ടൊരു ഇതില്ല, ഇവിടത്തെ ജീവിതം കൊണ്ട് തീർന്നു. എന്നാൽ കുഴപ്പമില്ലല്ലോ, ആരും പ്രശ്നമില്ലല്ലോ, സമാധാനമായിട്ടങ്ങ് ജീവിക്കാമെന്ന് പുള്ളി ചിന്തിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. എന്നാൽ അവിടെ വെച്ച് സമയമായി കഴിഞ്ഞപ്പോൾ നമ്മുടെ ദൈവമായ കർത്താവ് തട്ടിപിടിച്ചു. ഹല്ലേലൂയ. ദൈവമായ കർത്താവ് തട്ടിപിടിച്ചു. നമ്മുടെ കർത്താവിന്റെ അത്ഭുതങ്ങളെ കുറിച്ച് വിവരിച്ചു കഴിഞ്ഞാൽ അയ്യോ എത്ര അത്ഭുതകരമാണെന്നറിയാമോ. നമ്മുടെ കർത്താവിനോട് ചേർന്ന് നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളൊക്കെ വിവരിക്കാൻ നമുക്ക് സമയം പോരാ. എന്റെയൊക്കെ ജീവിതത്തില് കർത്താവിന്റെ മുഖത്ത് നോക്കി ഇറങ്ങിയ സമയം മുതല് ഞാനൊക്കെ കണ്ട അത്ഭുതങ്ങളും അടയാളങ്ങളും വിവരിക്കാൻ സമയം പോരാ. നിന്റെ വാ വിസ്താരത്തിൽ തുറക്കാന്ന് കർത്താവ് പറയുന്നില്ലേ. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കർത്താവിനെ കുറിച്ച് ഒത്തിരി 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 കാര്യങ്ങൾ നമുക്ക് പറയാനുണ്ടാവുന്ന. എന്റെയൊക്കെ ജീവിതത്തിലെ അത്ഭുതങ്ങൾ, ദൈവം ചെയ്ത അത്ഭുതങ്ങൾ, ഞാൻ കണ്ട അത്ഭുതങ്ങൾ വിവരിക്കാൻ സമയം പോരാ. കർത്താവിന്റെ സ്തോത്രം, ഹല്ലേലൂയ. ഈ കർത്താവിനെ യഥാർത്ഥമായിട്ട് അനുഗമിച്ചാലേ ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കാൻ തെരഞ്ഞെടുത്ത് അങ്ങ് പുറപ്പെട്ടാൽ നമ്മുടെ ജീവിതത്തിൽ പിന്നെ നടക്കുന്ന അത്ഭുതങ്ങൾ ആർക്കും വിവരിക്കാൻ പറ്റത്തില്ല. കർത്താവിന്റെ സ്തോത്രം. കഴിഞ്ഞ 27 വർഷം മുമ്പ് ഒരു സഹോദരി, പാലക്കാട് ജില്ലയിൽ ഞങ്ങൾ പ്രവർത്തിക്കുന്ന സമയത്ത് ഒരു സഹോദരി, അവരുടെ പാരമ്പര്യമായിട്ട് ഈ 2 കാലുകളും പഴുത്ത് ഇങ്ങനെ നീര് കയറി പഴുത്ത് പൊട്ടി അവർ മരിക്കും. പിതാക്കന്മാരായിട്ടുള്ള ഒരു ശാപമായിരുന്നത്. കർത്താവിന്റെ സ്തോത്രം. അത് ഞങ്ങളുടെ വർക്കേരിയിലുള്ള സഹോദരി, അവരുടെ കുടുംബത്തിൽപ്പെട്ട ഒരു സഹോദരി ഞങ്ങളുടെ വർക്കേരി താമസിക്കുകയാണ്. ഒരു സുപ്രഭാതത്തിൽ അന്ന് ഞങ്ങളുടെ കൊച്ചു കുഞ്ഞാണ്, മൂത്തമോൻ കൊച്ചുമോനാണ്.
അപ്പൊ തന്നെ പുള്ളിക്ക് പറഞ്ഞാൽ തിരിയില്ലാത്ത ആ പ്രായത്തിൽ വെളിപ്പാടുണ്ടായിരുന്നു കേട്ടോ. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങൾ ഇരിക്കുന്ന സഭയോടുള്ള ബന്ധത്തിലൊക്കെ ഞങ്ങളുടെ മൂത്ത മോൻ കൊച്ചു കുഞ്ഞായിരുന്ന സമയത്ത് കൃത്യമായിട്ട് തൂത് പറയുമായിരുന്നു. അത് കഴിഞ്ഞ ശേഷം രണ്ടാമത്തെ മോനെ ദൈവം തന്നു. മക്കൾ ഉണ്ടാകരുതെന്ന് പറഞ്ഞ് ഡോക്ടർമാർ പറഞ്ഞ് മക്കളാട്ടവരെ. രണ്ടാമത്തെ മോൻ പറഞ്ഞാൽ തിരിയില്ലാത്ത സമയത്ത് അവൻ കൃത്യമായിട്ട് വെളിപ്പാട് കാണുമായിരുന്നു. ഒരു കൊച്ചു പ്രായത്തിൽ തന്നെ അവരെ രണ്ടുപേരും അഭിഷേകം പ്രാപിച്ചു. അവർ ശക്തരായ ശുശ്രൂഷന്മാരായി തീർന്നു. അനേക യൗവനക്കാരെ, ലോകം മുഴുവനുമുള്ള ഒട്ടനവധി രാജ്യങ്ങളിലുള്ള അനേക യൗവനക്കാരെ ശക്തരാക്കി തീർക്കാൻ ദൈവം എന്റെ മക്കളെ ഉപയോഗിച്ചുകൊണ്ടിരിക്കുക. കർത്താവിന്റെ സ്തോത്രം. ഈ വിശ്വാസത്തിൽ വളർന്നാൽ, വിശ്വാസത്താൽ വളർന്നാൽ, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തെരഞ്ഞെടുക്കാൻ മനസ്സ് വെച്ചാൽ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതങ്ങൾ കാണും. ഞങ്ങൾ ഈ വർക്ക് കഴിഞ്ഞ് വന്ന സമയത്ത് ഒരു ഭയങ്കര ജനക്കൂട്ടം ഒരു വീടിന്റെ മുറ്റത്ത് നിൽക്കുകയാണ്. അപ്പൊ ഞങ്ങൾ ചോദിച്ചു തന്നെ കാര്യം. അപ്പൊ പറഞ്ഞു ഇവിടുത്തെ സ്ത്രീയെ മരിക്കാൻ പോവാണ്. അവരെ 3 ദിവസം, 3-ാം ദിവസം മരിക്കുമെന്ന് പറഞ്ഞ് ഡോക്ടർ ആശുപത്രിയിൽ നിന്ന് വിട്ടതാ. ആ സ്ത്രീയെ കൊണ്ടുവന്നിരിക്കുകയാണ്. ഞങ്ങൾ ചെന്നപ്പോൾ മിറ്റം പ്രദേശം നിറച്ച ആണുങ്ങൾ. പെരക്കകത്ത് നോക്കിക്കഴിഞ്ഞപ്പോൾ പെണ്ണുങ്ങൾ നിറഞ്ഞിരിക്കുകയാണ്. അങ്ങ് ഉൾമുറിയിൽ നിലവിളക്കൊക്കെ തലയ്ക്കമ്പത്ത് കത്തിച്ചു വെച്ച് അവരുടെ സ്ത്രീകൾ മുഴുവൻ ഇങ്ങനെ ചുറ്റി വരുന്ന എന്തോ ചൊല്ലിക്കൊണ്ടിരിക്കുകയാണ്. അവര് അക്രൈസ്തവരായ ആളുകളാണ്. അപ്പൊ ഞങ്ങൾ എന്ന് വെച്ചാൽ ഈ സ്ത്രീകളെ പതുക്കെ വകഞ്ഞു മാറ്റിയിട്ട് അവരുടെ ആ സ്ത്രീയുടെ തൊട്ടടുത്ത് ചെന്ന് മുട്ട് കുത്തിയേച്ച് പതുക്കെ കുനിഞ്ഞിട്ട്, അപ്പൊ ചെറിയൊരു ശ്വാസം മാത്രമേ ഉള്ളൂ കേട്ടോ, ചെറിയൊരു ചലനം മാത്രമേ, കണ്ണിന്റെ കൃഷ്ണമണി മാത്രം ചെറുതായിട്ട് ചലിക്കുന്നുള്ളൂ. അങ്ങനെ മരണം ഉറപ്പാക്കിക്കൊണ്ട് എല്ലാവരും കണ്ണടയ്ക്കാതെ നോക്കിയിരിക്കുക മരണം കാണാനായിട്ട് നിലവിളക്കിന്റെ വെളിച്ചത്തില്. അപ്പൊ ഞാൻ പതുക്കെ ഇവരെ വകഞ്ഞു മാറ്റി മുട്ട് കുത്തി എന്ന് വെച്ചാൽ ഞാൻ പതുക്കെ ആ സ്ത്രീയോട് ചോദിച്ചു, ചേച്ചി നമുക്ക് വേണ്ടി സ്വർഗമഹിമകളെ വെടിഞ്ഞു വന്ന ഒരു യേശുക്രിസ്തു ഉണ്ട്. ആ യേശുക്രിസ്തുവിൽ വിശ്വസിച്ചാൽ ചേച്ചിയെ ദൈവം പിടിപ്പിക്കും, ചേച്ചി വിശ്വസിക്കുന്നു എന്ന് ചോദിച്ചു. ഇവിടെ ചാവാൻ കിടന്ന ഈ സഹോദരിയെ പതുക്കെ ഞെരങ്ങി എന്നോട് പറയാം, ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞു. അപ്പൊ പിന്നെ തലയെ കൈവച്ച് കർത്താവിന്റെ നാമത്തില് അതിനുവേണ്ടി പ്രാർത്ഥിച്ചപ്പോഴേ ഈ ദുർഭൂതങ്ങൾ പാരമ്പര്യമായിട്ട് പോരാടുന്ന ഭൂതങ്ങളെ ഇതിനെ ഒതുക്കി വെച്ചിരിക്കുക. യേശുക്രിസ്തുവിന്റെ നാമത്തിൽ വിട്ടുമാറാൻ പറഞ്ഞപ്പോ ആ ഭൂതങ്ങൾ അങ്ങ് വിട്ടുപോയി. അന്ന് വൈകിട്ട് പുള്ളിക്കാരി എഴുന്നിട്ട് പൊടിയേരിക്കഞ്ഞു കുടിച്ചു. കർത്താവിന്റെ സ്തോത്രം. ഹല്ലേലൂയ. അങ്ങനെയൊക്കെ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അവരിന്ന് ജോലി ചെയ്ത് ജീവിക്കും കേട്ടോ. ഇന്ന് 10-26 വർഷം കഴിഞ്ഞു ജോലി ചെയ്ത് ജീവിക്കുന്ന അവിടെ ഒരു സഭയുള്ള ബന്ധത്തിൽ പോകുന്നു. കർത്താവിന്റെ സ്തോത്രം. ഞങ്ങൾ പ്രവർത്തിച്ച് ചെന്ന ഒരു സ്ഥലത്തെ ഹല്ലേലൂയ സ്തോത്രം. ഈ അത്ഭുതങ്ങൾ ഇവനെ വിശ്വസിച്ച് കർത്താവിനെ വിശ്വസിച്ചിറങ്ങിയാൽ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന അത്ഭുതങ്ങളാണ്. അപ്പൊ അതിന് ആയിരക്കണക്കിന് അത്ഭുതങ്ങൾ പറയാനുണ്ട്. അതിൽ ഏകദേശം 6 വർഷമായിട്ട് ഒരമ്മ കിടന്ന് കിടപ്പ് കിടക്കുവാണ്. 2 വർഷമായി കഴിയുമ്പോൾ അതിന്റെ സംസാരശേഷി കംപ്ലീറ്റ് പോയി. അങ്ങ് അല്ല 2 വർഷമായിട്ട് കിടക്കുകയാണ് ആ അമ്മ. കർത്താവിന്റെ സ്തോത്രം. അവർ കത്തോലിക്കരാണ്. ഞങ്ങൾ വർക്ക് ചെയ്ത് ചെന്ന് കഴിഞ്ഞപ്പോൾ കിടക്കുവാണ് ഈ അമ്മ. അപ്പൊ ഞങ്ങൾ അന്വേഷിച്ച് കഴിയുമ്പോൾ ഈ അമ്മ ഇങ്ങനെ 2 വർഷമായിട്ട് കിടക്കുവാണ്. അല്പം വെള്ളം മാത്രം ഇങ്ങനെ സ്പൂണിൽ കൊടുക്കും. കുറെ നാൾ ട്യൂബിട്ട് ആഹാരം കൊടുത്തു. അത് കഴിഞ്ഞ് ട്യൂബ് പറ്റാത്തതാക്കിയപ്പോൾ അല്പമായിട്ട് വെള്ളം കൊടുക്കും. ഇത് മരിച്ചെന്ന് 3-4 പ്രാവശ്യം പറഞ്ഞു. പക്ഷെ വീണ്ടും കണ്ണു തെളിച്ചു. അങ്ങനെ വന്നപ്പോൾ ഞങ്ങൾ ചെന്നിച്ച് മുറ്റമ്മ നിന്നിച്ച് തലയെ കൈവച്ച് സ്തോത്രം ചെയ്തു. അവർ ചെയ്തു പോയ പാപമെല്ലാം ദൈവത്തോട് ഏറ്റു പറഞ്ഞു. ദൈവത്തിന് ഇഷ്ടമല്ലാത്ത പാപം എന്ന് പറയുന്നത് ദൈവമല്ലാത്ത വിഗ്രഹങ്ങളെ ദൈവമേ എന്ന് വിളിക്കുന്ന ഏറ്റവും വലിയ പാപം. ആ പാപമാണ് ദൈവം കൊന്നു കളയുന്ന പാപം. ബാക്കിയുള്ള പാപമൊക്കെ ക്ഷമിക്കണമെന്ന് പറയുമ്പോൾ ക്ഷമിക്കും. എന്നാൽ ചെറുപ്പം മുതൽ ഈ പാവം ചെയ്തു വന്ന അമ്മയായതുകൊണ്ട് അമ്മയ്ക്ക് വേണ്ടി ഞാൻ ഇടിവിൽ നിന്ന് പ്രാർത്ഥിച്ചു. അത് കഴിഞ്ഞപ്പോൾ പരിശുദ്ധാത്മാവ് എന്റെ മേൽ വന്നു. ഞാൻ ശാന്തമായിട്ട് പരിശുദ്ധാത്മാവിൽ ആരാധിച്ച് സ്തോത്രം ചെയ്തു കഴിഞ്ഞപ്പം ഇവരുടെ മനസ്സിനെ കർത്താവ് എനിക്ക് കാണിച്ചു തന്നു. അപ്പൊ മനസ്സിനോട് ആത്മാവിൽ ചോദിച്ചു, അമ്മച്ചിക്ക് എന്നാ പ്രശ്നം? അപ്പൊ അന്നേരം അമ്മച്ചി എന്നോട് പറഞ്ഞു, എന്റെ ഇളയ കുഞ്ഞ് അവര് കുടുംബമായിട്ട് വിദേശത്താണ്. അവൻ വന്ന് അവനെ കാണാതെ ഞാൻ മരിച്ചു പോകില്ല. വാഗൊണ്ട് പറച്ചിലില്ല, സംസാരിക്കാൻ പറ്റത്തില്ല. പക്ഷെ അവരുടെ മനസ്സ് നമ്മളോട് സംസാരിക്കും. ഈ കർത്താവിനെ അനുഗമിച്ചാലേ ഇങ്ങനെയുള്ള ഒട്ടനവധി അത്ഭുതങ്ങൾ നമ്മൾ കാണുവാനിടയായി തരും. അപ്പൊ പ്രാർത്ഥന നിർത്തിച്ച് ഞാൻ അപ്പച്ചനോട് ചോദിച്ചു, അപ്പച്ച അമ്മച്ചി പറയുന്നത് ഈ അമ്മച്ചിയുടെ ഇളയ മോൻ വിദേശത്താണ്, 2 വർഷമായി കണ്ടിട്ട്, ആ കൊച്ചിനെന്ന് കണ്ടിട്ടേ ഞാൻ മരിക്കോളൂ എന്നാണ് അമ്മച്ചി പറഞ്ഞെന്ന് പറഞ്ഞു. പെട്ടെന്ന് അപ്പച്ചൻ വിട്ട് കരഞ്ഞോണ്ട് ഈ അമ്മച്ചിയെ കോരിയെടുത്ത് അല്ലെങ്കിൽ സ്വത്രം അതിനെ കെട്ടിപ്പിടിച്ചുകൊണ്ട് ഭയങ്കര കരച്ചിൽ കരഞ്ഞു. കൃത്യം 2 ആഴ്ച കഴിഞ്ഞപ്പോൾ അവരുടെ ഈസ്റ്ററിന് ആ മക്കൾ വന്നു. ആ മക്കളെ കണ്ടു. അമ്മച്ചി ആ കുഞ്ഞുങ്ങളെ ആ അമ്മച്ചിയുടെ അടുത്തിരുന്ന് ആ അമ്മച്ചിയോട് കരഞ്ഞ് അതിനെ സ്നേഹിച്ച് രാവും പകലും ഉറങ്ങാതിരുന്ന് അമ്മച്ചി കണ്ട് കൊതി തീർന്നപ്പോൾ സമാധാനമായിട്ട് കൃത്യം 2 ആഴ്ച കഴിയുമ്പോൾ അമ്മച്ചി മരിച്ചുപോയി. ഹല്ലേലൂയ സ്തോത്രം. അങ്ങനെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ കർത്താവിനെ അനുഗമിച്ചിറങ്ങിയാൽ ഒത്തിരി അത്ഭുതങ്ങളെ ദൈവം എന്നെ കാണിക്കാനിടയായി തുറന്നു. വിവരിക്കാൻ സമയമില്ലാത്ത രീതിയിലുള്ള അത്ഭുതങ്ങളെ കണ്ടവനാണ് ഞാൻ. ഹല്ലേലൂയ സ്തോത്രം. അതിന്റെ കാരണം ദൈവജനത്തോടുകൂടെ കഷ്ടമനുഭവിക്കുന്നത് തെരഞ്ഞെടുത്തു. കഷ്ടപ്പാട് മാറാൻ വേണ്ടി ദൈവത്തെ തെരഞ്ഞെടുത്തവരെ ഒരു 30 വർഷമായിട്ട് എനിക്കറിയാം. അവരൊക്കെ തകർന്ന് തരിപ്പണമായി പോയി.
നാശമായി പോയി. അവരുടെ നാമാവശേഷമായി പോയവരുണ്ട്. അവരിൽ പലരും ലോകത്തിൽ പോലുമില്ല. എന്നാൽ കർത്താവിനോട് കൂടെ, ദൈവജനത്തോടുകൂടെ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തവർ. അവരുടെ ജീവിതത്തിൽ ഓരോ അത്ഭുതങ്ങൾ ഓരോ ദിവസത്തിലും നടന്നുകൊണ്ടിരിക്കും. ഇന്ന് രാത്രിയിൽ എന്റെ കൂട്ടത്തിൽ വന്നിരിക്കുന്ന ദൈവത്തിന്റെ പൈതലെ, എന്റെ റോസലിൻ ആന്റിയൊക്കെ, അല്ലെങ്കിൽ സ്വന്തം റോസലിൻ ആന്റിയുടെ ഒക്കെ ജീവിതത്തിൽ ഒത്തിരി അത്ഭുതങ്ങൾ നടക്കുന്നുണ്ട്. കർത്താവിനെ വിശ്വസ്തയോടെ ഇറങ്ങിയാൽ നമ്മൾ അത്ഭുതങ്ങളെ കണ്ട് മടുക്കും, സന്തോഷിക്കും. നമുക്കൊന്നും തിന്നാനില്ലേലും കുടിക്കാനില്ലേലും നമ്മൾ ഒരുപാട് പ്രാഗൽഭ്യം നമുക്ക് പ്രാപിക്കാനിടയായി തരും. ഇന്ന് രാത്രിയിൽ അല്ലെങ്കിൽ സ്വത്രം ലോകം നമ്മളെ അംഗീകരിക്കത്തില്ല. ലോകം നമ്മളെ അംഗീകരിക്കണമെങ്കിൽ കഷ്ടപ്പാട് മാറാനുള്ളത് വല്ലതും കണ്ടുപിടിക്കണം. എന്നാൽ പരിശുദ്ധാത്മാവിൽ നിറഞ്ഞവർ കഷ്ടം അനുഭവിക്കുന്നത് തിരഞ്ഞെടുത്തു. അവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മളെല്ലാവരും വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരാ. വിശ്വസിച്ച് രക്ഷ പ്രാപിക്കാൻ ദൈവം തെരഞ്ഞെടുത്തവരാ. സംശയിച്ച് അവിശ്വസിച്ച് നശിച്ചു പോകാനുള്ളവരല്ല, വിശ്വസിച്ച് രക്ഷ പ്രാപിക്കുന്നവരുടെ കൂട്ടത്തിൽപ്പെട്ടവരാണ് നമ്മളൊക്കെ. അതിനുവേണ്ടി ഇന്ന് രാത്രിയിൽ നമ്മളെല്ലാവരെയും ദൈവം ശക്തീകരിക്കട്ടെ. ദൈവമായ കർത്താവ് നമ്മളെല്ലാവരെയും സഹായിക്കട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് എനിക്ക് സമയം അനുവദിച്ചു തന്ന ഞങ്ങളുടെ വാത്സല്യ റോസലിൻ ആന്റിയോടും ഈ പേജിൽ വന്നിരിക്കുന്ന എല്ലാ പ്രിയപ്പെട്ടവരോടുള്ള ഞങ്ങളുടെ സ്നേഹം നിറഞ്ഞ അകമഴിഞ്ഞ നന്ദി അറിയിച്ചുകൊണ്ട് എന്റെ വാക്കുകൾ നിർത്തുന്നു. ദൈവം നിങ്ങളെ എല്ലാവരെയും ധാരാളമായിട്ട് അനുഗ്രഹിക്കട്ടെ. ആമേൻ.